ബി.ജെ.പി വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് മുന്നേ കളത്തിലിറങ്ങിയത് RSS ആയിരുന്നു. ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഹരിയാനയിൽ എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് വിജയം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിലും എല്ലാം അടിത്തട്ടിൽ RSS പ്രവർത്തനങ്ങൾ തെളിഞ്ഞു നിന്നതാണ് ബി.ജെ.പിയുടെ വിജയരഹസ്യമായി മാറിയത്. ജനസംഘകാലത്തിന് മുന്നേ തന്നെ RSS തുടങ്ങിവെച്ച പ്രത്യയശാസ്ത്രമാണ് ബി.ജെ.പിയുടെ കെട്ടുറപ്പിന്റെ കാതൽ. ആ ഫാസിസ്റ്റ് സമീപനങ്ങളിൽ മതത്തിന്റെ മേമ്പൊടിയിൽ വിദ്വേഷ രാഷ്ട്രീയം കലർത്തിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി ഇക്കാണുന്ന വളർച്ചയിലേക്ക് എത്തിയത്. RSS നയിക്കുന്ന വഴിയെ നീങ്ങുന്ന സ്വയം സേവകനായ മോദിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയെടുക്കാൻ കാലങ്ങൾ നീണ്ടുനിന്ന അജ്ഞാത പ്രവർത്തനങ്ങളും കേഡർ രീതിയും എല്ലാം RSS നല്ലവണ്ണം പ്രയോഗിച്ചിട്ടുണ്ട്. 2014 ബി.ജെ.പി കൊയ്തെടുത്തതെല്ലാം 1991 രഥം ഉരുട്ടിയെടുത്ത് ബാബറി പൊളിച്ച് കർസേവകർ ഉണ്ടാക്കിയെടുത്ത ധ്രുവീകരണ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ആകെ തുകയാണ്. ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയുടെ അധീശത്വം ഉറപ്പിക്കാൻ RSS ആദ്യമേ ഇറങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടാവുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലടക്കം ബി.ജെ.പി വീണുപോയപ്പോൾ RSS തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആദ്യം ഹരിയാനയിലാണ് സംഘശക്തി ബി.ജെ.പിക്കായി പോരിനിറങ്ങിയത്. തുടർഭരണത്തിന്റെ ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങിത്താന്നിരുന്ന ഹരിയാനയിൽ ബി.ജെ.പിയെ ഹാട്രിക് വിജയത്തിലെത്തിക്കാൻ രഹസ്യ സർവേയും തിരുത്തൽ നടപടിയുമായി അടിത്തട്ടിലേക്ക് സംഘപ്രവർത്തകർ ഇറങ്ങി. അവിടെ വിജയം കണ്ട അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ മഹാരാഷ്ട്രയിലും RSS തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തുടങ്ങി. ഡൽഹി തെരഞ്ഞെടുപ്പിൽ 27 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ബി.ജെ.പിയെ ഭരണത്തിലെത്തിക്കാൻ മുക്കിന് രാഷ്ട്രീയ സ്വയം സേവക സംഘം യോഗത്തിനിറങ്ങിയിരുന്നു. 50,000-ലധികം യോഗങ്ങൾ ഡൽഹിയിൽ നടത്തിയെന്നാണ് കണക്ക്. ഈ മൂന്നിടങ്ങളിലും ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയും മോദി എന്ന നേതാവിനെ അത്യുന്നതങ്ങളിൽ പ്രതിഷ്ഠിക്കാനും RSS ശാഖകൾ നടത്തിയ പങ്കപ്പാട് വലുതാണെന്ന് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിജയങ്ങളുടെ എല്ലാം അവകാശവാദങ്ങളിൽ നിൽക്കുന്ന RSS ബീഹാറാണ് പുതിയതായി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ തങ്ങളുടെ സഖ്യകക്ഷിയെങ്കിലും കസേരച്ചാട്ടത്തിൽ മിടുക്കനായ നിതീഷ് കുമാറിനെ ഒരു വശത്തിരുത്തി ഭൂരിപക്ഷം പിടിക്കാനിറങ്ങുന്ന ബി.ജെ.പിക്കായി കാര്യങ്ങൾ ഒരുക്കുകയാണ് മിഷൻ തൃശൂലിലൂടെ RSS. ബീഹാറിനൊപ്പം പശ്ചിമ ബംഗാളിലും RSS മിഷൻ തൃശൂൽ എന്ന പേരിൽ പ്രവർത്തന തന്ത്രങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. മിഷൻ തൃശൂൽ എന്ന RSS ദൗത്യത്തിന് രഹസ്യാത്മക സ്വഭാവങ്ങളുണ്ട്. രഹസ്യ സർവേകളിലൂടെ അസംതൃപ്തരായ വോട്ടർമാരെയും സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങളെയും തിരിച്ചറിഞ്ഞ് ബി.ജെ.പിക്ക് മുൻകരുതലെടുക്കാനുള്ള അവസരമൊരുക്കുകയാണ് ആദ്യ നയം. പ്രധാന പ്രശ്നങ്ങൾ വിലയിരുത്തി ബി.ജെ.പിക്കുള്ള തിരഞ്ഞെടുപ്പ് നേട്ടങ്ങളും അപകട സാധ്യതകളും വിശകലനം ചെയ്യുക എന്നാണ് സംഘത്തിന്റെ മുഖ്യ ലക്ഷ്യം. RSSന്റെ പ്രാദേശിക ശാഖകളിലൂടെ അതീവ രഹസ്യമായുള്ള സർവേയാണ് മിഷൻ തൃശൂലിന്റെ ആദ്യ ഭാഗം. ബീഹാറിൽ സംഘപരിവാരങ്ങളെല്ലാം പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞു. RSS ശാഖകളുടെ എണ്ണം ബീഹാറിലുടനീളം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും 8 മാസത്തിനപ്പുറമുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്തു കഴിഞ്ഞു. ബംഗാളിലാവട്ടെ മോഹൻ ഭാഗവത് നേരിട്ടിറങ്ങി ഹിന്ദുക്കളെ ഉണർത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദു ഐക്യമാണത്രേ പശ്ചിമ ബംഗാളിൽ വേണ്ടത്. ബീഹാറിനെ വടക്കൻ ബീഹാർ, തെക്കൻ ബീഹാർ എന്നിങ്ങനെ തിരിച്ച് RSS തുടങ്ങിയ പണി നിതീഷ് കുമാർ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. ഒപ്പം നിർത്തി ബി.ജെ.പി ബജറ്റിലൂടെ തഴുകുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ RSS കുഴിക്കുന്ന വാരിക്കുഴി നിതീഷ് കുമാർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് ചാടിയായാലും കസേരയിൽ ഉറച്ചിരിക്കാൻ മടിക്കാത്ത നിതീഷിനെ വീഴ്ത്താൻ RSSന്റെ തന്ത്രങ്ങൾക്ക് കഴിയുമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷ. ഒഡീഷയിലും ത്രിപുരയിലും എല്ലാം ദീർഘകാല സർക്കാരുകളെ വീഴ്ത്തിയതിന്റെ ആവേശത്തിലാണ് തങ്ങൾക്ക് ഒറ്റയ്ക്ക് മെരുക്കാനാകാത്ത ബീഹാറിലും ബംഗാളിലും RSS മിഷൻ വിതയ്ക്കുന്നത് കൊയ്യാൻ ബി.ജെ.പി തയ്യാറെടുക്കുന്നത്. ഒപ്പം നിർത്തി പിന്നിൽ നിന്ന് വീഴ്ത്തുന്ന സ്ഥിരം കാവ്യതന്ത്രത്തിൽ നിതീഷും വീഴുമോ എന്നതാണ് നവംബറിലെ ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ അറിയാനുള്ളത്.